ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഒരു സ്പെഷ്യൽ ഡേ ആണ്. എനിക്കെന്തായാലും സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എൻ്റെ ഇക്കാരുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഇക്കാക്ക് ഞാൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിക്കൻ മന്തിയാണ് ഞാനിന്ന് ഇക്കാക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം രാവിലെ തന്നെ ഞാൻ അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി. ആദ്യം തന്നെ ചിക്കനെല്ലാം മസാലയൊക്കെ പുരട്ടി ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചു. ആ നേരം കൊണ്ട് മന്തി റൈസ് എല്ലാം സെറ്റാക്കി. അങ്ങനെ ചിക്കൻ റെഡി ആയിട്ട് ഫസ്റ്റ് ലെയർ കുറച്ച് ചിക്കൻ നമ്മൾ ഫസ്റ്റ് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ നേരെ മുകളിലായിട്ട് നമ്മൾ മന്തി റൈസ് സെറ്റ് ചെയ്തപ്പോൾ കുറച്ചിടാം. അത് കഴിഞ്ഞ് വീണ്ടും ബാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം കൂടെ നടുക്കത്തെ ലെയറിലിട്ടിട്ട് പിന്നും റൈസ് എല്ലാം കൂടെ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ ബൗളിൽ ഇതുപോലെ ചാർക്കോൾ കത്തിച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൊണ്ട് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മൂടി വെച്ചിരുന്ന റൈസിൽ നല്ലൊരു ചാർക്കോളിൻ്റെ ടേസ്റ്റ് വരും. ഒരു 10-20 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് വേണ്ടി ഞാൻ 2 ഷർട്ടും ഒരു പാൻറ്റും നേരത്തെ തന്നെ ഷോപ്പിൽ പോയപ്പോഴത്തേക്കും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെനിക്കൊരു ഗിഫ്റ്റാക്കി കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ഹാമ്പർ ഉള്ളതുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു ഗിഫ്റ്റാക്കി കൊടുക്കാമെന്ന്. ഷർട്ട് 2 ഞാൻ റോൾ ചെയ്ത് റിബൺ വെച്ച് കെട്ടി. അത് കഴിഞ്ഞ് പാൻറ്റ് അത് കണക്ക് റോൾ ചെയ്ത് റിബൺ വെച്ച് കെട്ടിയിട്ട് ട്രാൻസ്പെറൻറ്റ് ഹാമ്പറിനകത്തോട്ട് വെക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ റോൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ചോക്ലേറ്റ്സും കുറച്ച് ഫ്ലവേഴ്സും കൂടെ വെച്ചിട്ട് ഫുൾ സെറ്റ് ചെയ്ത് അപ്പം ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് ഇക്ക പുറത്ത് പോയ ടൈമിൽ ഞാൻ വെപ്രാളപ്പെട്ടിട്ട് ഇത് ചെയ്യുന്നതാണ്. ഇക്ക വരുന്നതിന് മുന്നേ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി. കേക്കിന് ഞാൻ നേരത്തെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇക്ക പുറത്ത് പോയ ടൈമിൽ ഞാൻ എങ്ങനെയൊക്കെയോ കേക്ക് കൊണ്ടുവന്ന് ഇക്ക പുറത്തുനിന്ന് കയറി വരുമ്പോഴത്തേക്കും സർപ്രൈസ് ആവാൻ വേണ്ടി ഞാൻ ഹാളിൽ തന്നെ സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പം ഞാൻ ഹാമ്പർ കൊണ്ട് വെച്ചിട്ട് കേക്ക് എടുത്ത് വെക്കാണ്. ഗിഫ്റ്റ് രാവിലെ തന്നെ കൊടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ എനിക്ക് ഈ ഗിഫ്റ്റ് സെറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് തന്നെ ലേറ്റായിപ്പോയി. ഇക്ക രാവിലെ ഒന്നും പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല. പിന്നെ ഞാൻ രാവിലെ എനിക്ക് മന്തി ഉണ്ടാക്കുന്നതിൻ്റെ ആ തിരക്കിലും ആയതുകൊണ്ട് എനിക്ക് ഗിഫ്റ്റ് റെഡിയാക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇക്ക പുറത്ത് വന്നിട്ടുണ്ട്. ആ കാറിൻ്റെ ശബ്ദം കേട്ടിട്ട് ഞാൻ കതവ് തുറന്ന് നോക്കി. അപ്പം ഇക്ക അവിടെ ഗേറ്റൊക്കെ അടച്ചിട്ട് പതുക്കെ കയറി വരാണ്. അപ്പം ഞാൻ കൂടുതൽ ധൃതി കാണിച്ചില്ല. ധൃതി കാണിച്ചാൽ ഇക്കാക്ക് മനസ്സിലാവും എന്തോ ഉണ്ടെന്ന്. ഞാൻ കൂടെ വിളിക്കുന്നുണ്ടായിരുന്നു, എവിടെ എത്തി എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ധൃതിയൊന്നും കാണിക്കാതെ ഞാനും മോനും കൂടെ വെയിറ്റ് ചെയ്ത് നിന്നു. ഇക്ക കയറി വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സർപ്രൈസ് ഞാൻ തരുമെന്ന്. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് ഇക്കാക്കറിയാം. പക്ഷേ ഇത്ര ലേറ്റായിട്ടും ഒരനക്കം ഇല്ലാത്തതുകൊണ്ട് ഇക്ക ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. എനിക്കിതെല്ലാം നോക്കിയിട്ട് ഞാൻ ഇതൊക്കെ എപ്പോൾ ചെയ്തെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കേക്കൊക്കെ എങ്ങനെ കൊണ്ടുവന്ന്, ആരടുത്ത് ഓർഡർ ചെയ്ത്, ഷർട്ടൊക്കെ എന്നെടുത്ത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്ക സത്യത്തിൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഇക്ക മോനെ വാങ്ങിച്ചിട്ട് 2 പേരും കൂടെ കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞു. ആദ്യം മോന് കയ്യിൽ വെച്ചിട്ട് കേക്ക് മുറിക്കാം. പിന്നെ അത് അങ്ങോട്ട് ശരിയായില്ല. പിന്നെ അവസാനം ഇക്ക തന്നെ കേക്ക് മുറിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇക്കാക്ക് മേടിച്ച ഡ്രസ്സെല്ലാം എടുത്ത് നോക്കി. എനിക്ക് ഇക്കാക്ക് ഒരു ബ്ലാക്ക് ഷർട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് നല്ലൊരു ബ്ലാക്ക് ഷർട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ബോയ്സിന് ഡ്രസ്സ് എടുക്കുന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ എന്നാലും ഞാൻ ഇക്കാക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോയി. പിന്നെ ഇക്കാക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ വിചാരിച്ച് ഇനി ടാഗൊന്നും പൊട്ടിക്കേണ്ട, അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോയി മാറ്റിയെങ്കിലും എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ കേക്കൊക്കെ മുറിച്ച് കഴിച്ചുകൊണ്ടിരുന്ന് കഥകൾ പറഞ്ഞു കൊടുക്കാമായിരുന്നു. ഞാനിതെങ്ങനെ കൊണ്ടുവന്നതെന്നും എങ്ങനെ പോയി എടുത്തതെന്നൊക്കെ ഉള്ളത് നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേക്കൊക്കെ കഴിച്ചിങ്ങനെ പറയുമായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നു ഈ ഒരു ഡേ പോയത്. ഇന്ന് പക്ഷേ ഞാൻ ഭയങ്കര തിരക്കായിട്ട് ഫീൽ ചെയ്തു. രാവിലെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗിഫ്റ്റ് ഞാൻ എങ്ങനെ കൊടുക്കും എന്നുള്ളൊരു ടെൻഷനായിരുന്നു എനിക്ക്. പക്ഷേ മാഷാഅല്ലാഹ് എന്തായാലും നല്ല രീതിക്ക് ഞാൻ കൊടുത്തു. ഇക്ക ഹാപ്പി ആയിട്ടുണ്ട്.